ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റോബസ്റ്റ് പഴം കൊണ്ടുള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ പഴുത്ത 8 റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ അളവ് കൂട്ടുന്തോറും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി 1/4 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി 2 ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം കൈകൊണ്ടോ സ്പൂണ് കൊണ്ടോ നല്ലോണം ഈ പഴം ഒന്ന് ഉടച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. തേങ്ങയെടുത്ത അതേ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്ത് ഇനി ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല, വറുത്തതോ വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് പൊടിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. കല്ലുപ്പായത് കാരണമാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ പാനിലോട്ട് ഓരോ സ്പൂണ് വീതം ഈ മാവ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ആദ്യം ഹൈയിലിട്ട് വേണം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി വേണം ഈ മാവ് ഇതിലോട്ട് എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ഈ 2 സൈഡും നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഹൈയിലിട്ടാൽ ഇത് പെട്ടെന്ന് കരിയുകയും ചെയ്യും, ഉള്ളൊന്നും വേവുകയുമില്ല. അത് കാരണമാണ് ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് വെക്കാൻ പറയുന്നത്. ഇത് 2 സൈഡും നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വേണമെങ്കിൽ അരിപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഗോതമ്പ് പൊടി ചേർത്തും മൈദപ്പൊടി ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഗോതമ്പ് പൊടി ചേർത്ത് ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി തൊലി കറുത്ത റോബസ്റ്റ് പഴം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും ഇഷ്ടമായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത്. 2 സൈഡും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.